ശിവപാർവതി പാർട്ട് 24. ആതിര മുറിയിൽ കാര്യമായി എന്തൊക്കെയോ ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പാറു ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചത്. ആദിയെ, നീ മുത്താടി. കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ സന്തോഷത്തോടെ പറഞ്ഞു. എന്താടി, ഒരു പതിവില്ലാത്തൊരു സ്നേഹപ്രകടനമല്ല. ശിവേട്ടൻ മിണ്ടിയോ? ആതിര അത്ഭുതത്തോടെ ചോദിച്ചു. മിണ്ടിയോ എന്നല്ല, ഞങ്ങളെല്ലാം തുറന്നു പറഞ്ഞു, ഒരുമിച്ചു. ഓ, അപ്പൊ സെറ്റായി എന്ന്. അത് മാത്രമല്ല, ശിവേട്ടൻ എനിക്ക് ഫോൺ തന്നിട്ടുണ്ട്. അതിനാണ് ഇന്ന് പോയിരുന്നേ. ഫോണോ? നോക്കട്ടെ. പാറു അവൾക്ക് നേരെ ഫോൺ നീട്ടി. യാമോളെ, ഐഫോൺ തന്നെ കിട്ടിയല്ലോ. ഇനി ഫോട്ടോ എടുത്ത് ചാകും ഞാൻ. അതിന് പറയുന്നത് പാറു പുഞ്ചിരിയോടെ കേട്ട് നിന്നു. ഓ, നിങ്ങളൊന്ന് ഒരുമിച്ചല്ലോ, സന്തോഷമായി. ഈ മുഖം 2 ദിവസമായി ഒന്ന് തെളിയാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കാണേണ്ടി വന്നു. താഴെ നിന്നും മുത്തശ്ശിയുടെ നീട്ടിയുള്ള വിളി കേട്ടതും എല്ലാവരും താഴേക്കിറങ്ങി. മുത്തശ്ശിയും ഭദ്രനും വിശ്വനാഥനും സോഫയിൽ കൗരവത്തിൽ ഇരിപ്പുണ്ട്. നീതയും ഗീതയും സുമയും ഒരു ഭാഗത്ത് നിൽപ്പുണ്ട്. ഭാനുവമ്മയും ആദിയും സോഫയുടെ അടുത്തു തന്നെയുണ്ട്. ശിവൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ പാറു ശിവന്റെ അടുത്തേക്ക് പോയി. പാറുവിന്റെ അടുത്ത് ആതിരയും വന്ന് നിന്നു. നിങ്ങൾ സെറ്റായതിന്റെ ചെലവ് വേണം എനിക്ക്, ആതിര ശിവനോടായി പറഞ്ഞു. ഓ, തരുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും എൻ്റെ വക വലിയൊരു ചെലവ് തന്നെ തരുന്നുണ്ട്. അതെന്താ ചെലവ്? ആദിയെ, അതൊക്കെ നമുക്ക് കണ്ടറിയാം. ആതിര എന്താണെന്ന പോലെ പാറുവിനെ നോക്കി. പാറു അവൾക്കറിയില്ലെന്ന് ചുമലളക്കി കാണിച്ചു. ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയാണ്, വിശ്വനാഥൻ ഗൗരവത്തിൽ പറഞ്ഞു തുടങ്ങി. ഗീതമോള് ഇവിടെ വന്നത് ശിവന്റെ കൂടെയുള്ള വിവാഹമായിട്ടാണ്. അപ്പോ ഗീതയുടെ വിവാഹ ചർച്ചയ്ക്ക് വേണ്ടിയാണ് എല്ലാവരെയും വിളിച്ചു വരുത്തിയത്. അടുത്തതായി ഭദ്രനും ഗൗരവത്ത് പറഞ്ഞു. എനിക്ക് വേണ്ടി ആരും വേറെ വിവാഹം നടത്തേണ്ടതില്ല. അത് കേട്ടതും ഗീത പെട്ടെന്ന് ദേഷ്യത്ത് പറഞ്ഞു. അതെ, ശിവന്റെ കൂടെയുള്ള വിവാഹം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അവസാനം അവൻ ഏതോ ഒരുത്തിയെ കൊണ്ടുവന്നു. എല്ലാവരും അങ്ങ് അംഗീകരിക്കുകയും ചെയ്തു. നീത ദേഷ്യത്ത് പറഞ്ഞത്. നീത, എനിക്ക് പറയാനുള്ളത് കേൾക്ക്, എന്നിട്ട് തീരുമാനിക്കാം എന്തു. വിശ്വനാഥൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവരൊന്നും മിണ്ടിയില്ല. ആദി, നിനക്ക് ഗീതമോളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? മുത്തശ്ശി പറയുന്നത് കേട്ടതും എല്ലാവരും ഞെട്ടി. ഓ, ഇനി ഈ പൂതനയെ ആദ്യേട്ടൻ കെട്ടുകയോ? ഇതിനും നല്ലത് ആദ്യേട്ടൻ വല്ല ട്രെയിനും തല വെക്കുന്നതാ. ആതിര പാറു കേൾക്കാവുന്ന വിധത്തിൽ പറഞ്ഞു നിർത്തി. ആദിയും ഗീതയും ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി. പക്ഷേ അത് കേട്ടതും നീതയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. നോ, അവർ 2 പേരും പരസ്പരം നോക്കിക്കൊണ്ട് ആദി പറഞ്ഞു. അത് ശരി, ഇനി നിനക്കെന്താ പ്രശ്നം? നീതിയായിരുന്നു ദേഷ്യത്തിൽ അത് ചോദിച്ചത്. അമ്മ എന്തിനാ അവനോട് ചൂടാവുന്നേ? മിണ്ടത് നിൽക്ക് ഗീത. അവനെങ്കിൽ അവൻ കെട്ടിയാൽ നീ രക്ഷപ്പെട്ടു. ആദ്യെങ്കിലും അവനെങ്കിലും കെട്ടിയാൽ നിനക്ക് പ്രശ്നമില്ല, നീത ഗീതയോടായി പറഞ്ഞു. എനിക്ക് താല്പര്യമില്ല. എന്തുകൊണ്ട് നിനക്ക് എന്റെ മോളെ വേണ്ടാത്തത്? എനിക്ക് വേറൊരു കുട്ടിയെ ഇഷ്ടമാണ്, ആദി അല്പം ഗൗരവത്തിൽ പറഞ്ഞതു. അപ്പോ ഇവന് പാറുവിനെ ഇഷ്ടമാണെന്ന് എല്ലാവരുടെയും മുമ്പിൽ പറയാൻ പോകുവാണോ? അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ എല്ലാം എളുപ്പമായേനെ. ഗീത സന്തോഷത്തോടെ ആലോചിച്ചു. ആദ്യേട്ടന് പാറുവിനെ ഇഷ്ടമാണെന്നല്ലേ ആ ഗീത പറഞ്ഞത്? ഇനി അതാവുമോ? ആതിരയും ടെൻഷനോടെ ആലോചിച്ചു. ശിവൻ എല്ലാം കേട്ടിട്ടും കയ്യും കെട്ടി ഗൗരവത്തിൽ തന്നെ നോക്കുകയാണ്. എല്ലാവരും ആരെന്ന പോലെ അവനെ നോക്കി. നിനക്കാരെയാ ഇഷ്ടം? എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ് മുത്തശ്ശി. ആ, അതാരാണെന്നാണ് ചോദിച്ചത്? വിശ്വനാഥൻ ഗൗരവത്തിൽ ചോദിച്ചതും അവൻ പാറുവിനെ നോക്കിയ ശേഷം ഗീതയെ നോക്കി. ഗീത സന്തോഷത്തോടെ പറഞ്ഞോ എന്ന് ആംഗ്യം കാണിച്ചു. അയ്യാന, എന്റെ ആമി. അവനത് പറഞ്ഞതും എല്ലാവരും ആരെന്ന പോലെ നോക്കി. ഗീത ഞെട്ടിത്തരിച്ചു നോക്കി. അയ്യാനയോ? ഗീത ഞെട്ടലോടെ ചോദിച്ചു. അവൾ എന്റെ ഫ്രണ്ടിന്റെ അനിയത്തിയാണ്. അവളെ എനിക്കിഷ്ടമാണ്, തിരിച്ച് അവൾക്കും എന്നെ ഇഷ്ടമാണ്. ആദി എല്ലാവരോടുമായി അത് പറഞ്ഞു. അയാനയെ പാറുവിനും ശിവേട്ടനും അറിയാം. അത് കേട്ടതും പാറുവും ശിവനും പരസ്പരം നോക്കി. അതാരാ? ശിവൻ പാറുവിനോടായി ചോദിച്ചു. എനിക്കറിയില്ല.
എല്ലാവരും അവരെ നോക്കി. അയാനയെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് അന്ന് ടെറസിലേക്ക് വന്നത്. അയാനയെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് മനസ്സിലായി. പാർവതി അന്ന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ പരിചയപ്പെട്ട ആളാണ് അയാന. അത് കേട്ടതും പാറു അത്ഭുതത്തോടെ ശിവനെ നോക്കി. എനിക്കിപ്പോ മനസ്സിലായി. ഹോഹോ, അപ്പൊ എല്ലാവരും ഒത്തുകളിയാണ് അല്ലേ? എന്റെ മോളെന്താ എല്ലാവർക്കും തട്ടിക്കളിക്കാനുള്ള പന്താണെന്നാണോ നിങ്ങളെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്നത്? കുറെയായി ഞാൻ ക്ഷമിക്കുന്നു. ഇന്നിതിനൊരു തീരുമാനമുണ്ടാക്കണം. ഉണ്ടാക്കിയേ പറ്റൂ. നീത ദേഷ്യത്തോടെ പറഞ്ഞു. ഗീതയും ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കി. ശിവൻ എന്റെ മോളെ കെട്ടിയോ? ഇല്ല. ഇപ്പോ ഇവനും പറ്റില്ല. എന്റെ മോളെ ഇവരാരെങ്കിലും കെട്ടിയാലേ പറ്റൂ. എന്റെ നീതാന്റിയെ, നിങ്ങൾക്ക് ശരിക്കും വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും എന്താ ഭ്രാന്താണ്? ശിവേട്ടന്റെ വിവാഹം കഴിഞ്ഞു, എന്നിട്ടും വേണമെന്ന് പറഞ്ഞു വാശി പിടിക്കാൻ നാണമില്ലല്ലോ. ആതിര ഒരു പുച്ഛത്തോടെ ചോദിച്ചു. ഡീ, നീ കിടന്ന് തുള്ളണ്ട. ഞാനും കുറെ ആയി ക്ഷമിക്കുന്നു. എനിക്കും അറിയണം ഇന്ന് രണ്ടിലൊന്ന്. ആതിരയും ദേഷ്യത്തിൽ ഗീതക്ക് നേരെ നിന്നു. ഗീത മോളുടെ വിവാഹം നമ്മൾ നടത്തൂ. നീ ഒന്ന് സമാധാനിക്കുന്നീതാ, മുത്തശ്ശി അല്പം ഗൗരവത്തിൽ പറഞ്ഞു. അതെ, അവൾക്ക് വേണ്ടി നമുക്ക് വരനെ കണ്ടുപിടിക്കാം. വിശ്വനാഥനും ഗൗരവത്തിൽ പറഞ്ഞു. അതിന്റെ ആവശ്യം വരില്ല. അവൾക്കുള്ള വരനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ശിവൻ പെട്ടെന്നത് പറഞ്ഞതും എല്ലാവരും ഞെട്ടിധരിച്ച് അവനെ നോക്കി. പാറു മാതിരിയും വായും തുറന്ന് അവനെ നോക്കുന്നുണ്ട്. ശിവേട്ടൻ ആരെയാടി കണ്ടുപിടിച്ച്? അതിനെ ഞെട്ടിക്കൊണ്ട് പാറുവിനോട് ചോദിച്ചു. എന്റെ മോൾക്ക് നീ വരനെ കണ്ടുപിടിക്കാനും അതിനെ നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. നീത ദേഷ്യത്തോട് ചോദിച്ചു. എന്തൊക്കെയാ മോനെ നീ പറയുന്നേ? സുമയും ദേഷ്യത്തിലായിരുന്നു. നിങ്ങൾ മിണ്ടരുത്. ഇവരുടെ കൂടെ കൂടിയാണ് നിങ്ങളും ഇങ്ങനെ അഹങ്കാരിയും ദുഷ്ട സ്വഭാവവും പഠിച്ചത്. ശിവ സുമയുടെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിർത്തി. ശിവ, എന്റെ സ്വഭാവം നിനക്കറിയില്ല. നീത അത് കേട്ട് ദേഷ്യത്തിൽ പറഞ്ഞത്. ശരിയാണ്, നിങ്ങളുടെ സ്വഭാവം എനിക്കെന്നല്ല ഇവിടെയുള്ള ആർക്കും അറിയില്ല. എന്തിനു പറയുന്നു, നിങ്ങളുടെ ഭർത്താവിന് പോലും. അത് കേട്ടതും അവരൊന്ന് ഞെട്ടി അവനെ നോക്കി. നിങ്ങളെ പോലെ അഹങ്കാരിയായ ഇവളെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും കിട്ടുമോ? ശിവൻ അത് പറഞ്ഞതും ഗീത ദേഷ്യത്തോടെ അവനെ നോക്കി. ശിവ, എന്റെ മോളെ പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്യും? അമ്മയെ പേടിച്ച് മോളും മോളെ പേടിച്ച് അമ്മയും, അതല്ലേ നിങ്ങൾ? അത് കേട്ടതും വീണ്ടും അവരൊന്ന് ഞെട്ടി. ശിവ, നീ ഇതെന്തൊക്കെയാടായി പറയുന്നേ? മുത്തശ്ശി ഒന്നും മനസ്സിലാവാതെ അവനോടായി ചോദിച്ചു. ഇത്രയും നാളും വേണ്ടാന്ന് വെച്ചപ്പോ തലേ കയറി കളിക്കുമായിരുന്നല്ലോ. ഞാൻ പറയാം എനിക്ക് എന്താണ് വേണ്ടതെന്ന്. ഞാൻ പറയാം. ഈ നിൽക്കുന്ന നിങ്ങളുടെ മകളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്കാർക്കും അറിയില്ല. നിങ്ങളുടെ മകൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളോട് സ്നേഹം കൂടിയിട്ടല്ല. ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒളിവിന് താമസിക്കാൻ വേണ്ടി വന്നവരാണിവർ. ശിവനത് പറഞ്ഞു. എന്ത് ഒളിവിന്? എന്തൊക്കെയാടാ നീ പറയുന്നേ? അത് കേട്ടതും നീതയും ഗീതയും ഒന്ന് ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി. ഞാൻ ശിവേട്ടനോട് ഇവളെ പൂട്ടാൻ വേണ്ടി പറയണമെന്ന് വിചാരിച്ചു. പക്ഷേ ശിവേട്ടൻ അതെല്ലാം അറിയാം. ആതിര അത്ഭുതത്തോടെ പറഞ്ഞു. ഇതായിരിക്കും എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞ ചെലവ്. പാറു അത് പറഞ്ഞതും അവർ പരസ്പരം നോക്കി. ഇവൻ അങ്ങനെ പലതും പറയും അമ്മേ, നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണ്ട. നീത ഒരു പേടിയുടെ തന്നെയായിരുന്നു പറഞ്ഞു നിർത്തിയത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് തെളിയിക്കാൻ പറ്റിയ ഒരാളെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവനത് പറഞ്ഞു ഫോൺ എടുത്തു. വരൂ. അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചതും എല്ലാവരും എന്താണ് നടക്കുന്നതെന്ന പോലെ അവനെ നോക്കി നിന്നു. നീതയുടെയും ഗീതയുടെയും മുഖത്ത് അവരുടെ ഭയം തെളിഞ്ഞു വന്നു. അവിടേക്ക് 2 പോലീസുമാർ കയറി വന്നതും എല്ലാവരും ഒന്ന് ഞെട്ടി. നീതയും ഗീതയും ഒരു ഞെട്ടലോടെ നിന്നു. പോലീസ് ഇവരെ കണ്ടതും അപ്പോ അവിടെ നിന്നും മുങ്ങി ഇവിടെ വന്ന് ഒളിവിൽ താമസിക്കുവാണല്ലേ? കൊള്ളാലോ അമ്മയും മോളും. പോലീസ് ഒരു ഗൗരവത്ത് പറഞ്ഞതും. ശിവ, എന്തൊക്കെയാടാ ഇതൊക്കെ? അവരെ കണ്ട് ഞെട്ടിക്കൊണ്ട് മുത്തശ്ശി ചോദിച്ചു. എന്നോടല്ല, നിങ്ങളുടെ പുന്നാര മകളോടും പേരക്കുട്ടിയോടുമാണ് ചോദിക്കേണ്ടത്. നീത, എന്തൊക്കെയാണിത്? നീത ഒന്നും മിണ്ടാതെ നിന്നു.
ഇവരൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഒരാളെ കൊന്ന പിടികിട്ട പുള്ളികളാണ് ഇവർ. പോലീസ് അത് പറഞ്ഞതും ഇതെന്താ നീതാ? അത് ഞാൻ വേറെ ഒന്നും പറയാനില്ലാതെ അവർ തല താഴ്ത്തി നിന്നു. നീതമായി ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. എനിക്ക് വിവരം കിട്ടിയതാണ് നിങ്ങളെ കുറിച്ച്. എന്നിട്ടും അവിടെ കാണിച്ചു വെച്ചതൊന്നും നിർത്താതെ ഇവിടെയും ചെയ്തു വെച്ചു. ഇവിടെ നല്ല രീതിയിൽ ജീവിച്ചിരുന്നെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നു നിങ്ങൾക്ക്. ഞാൻ ശിവേട്ടൻ, എന്നോട് ക്ഷമിക്കണം. ഗീത പെട്ടെന്ന് സങ്കടത്തോടെ ശിവന്റെ കാലിലേക്ക് വീണതും അവൻ ഒഴിഞ്ഞു മാറി. എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല. അതും പറഞ്ഞ് ശിവൻ ദേഷ്യത്തോടെ മാറി. എൻ്റെ അടുത്താണ് തെറ്റ്. എല്ലാം എൻ്റെ തെറ്റാണ്. എനിക്ക് ശരിക്കും ശിവേട്ടനെ ഇഷ്ടമല്ലായിരുന്നു. ഇവിടെ വന്ന് ശിവേട്ടനെ കെട്ടിയാൽ ശിവേട്ടൻ്റെ പവർ കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് അമ്മ പറഞ്ഞതിനെ തുടർന്നാണ് ഇവിടെ വന്ന് ഇങ്ങനെ നാടകമെല്ലാം ഉണ്ടാക്കിയേ. അതുവരെ പണ്ടെല്ലാം സുമാന്റിയോട് ഓരോന്ന് പറഞ്ഞ് ശിവേട്ടനെ വട്ട് കളിപ്പിക്കുന്നതിൽ ഒരാരം കണ്ട് വെറുതെ ഒത്തിരി പന്ത് കളിപ്പിച്ചിട്ടുണ്ട്. ഈ കൊലപാതകം അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ലായിരുന്നു. ഞാൻ അത്ര നല്ലവളൊന്നുമല്ല എന്നത് ശരി തന്നെയാണ്. അറിഞ്ഞുകൊണ്ട് ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുമുണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ നടന്ന് മയക്കുമരുന്ന് യൂസ് ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛനത് ചോദിച്ചപ്പോൾ ആ മയക്കുമരുന്നിന്റെ ഡോസിൽ അപ്പോഴത്തെ ദേഷ്യത്തിൽ ആ ചോദ്യം ചെയ്യൽ ഇഷ്ടമാവാതെ ഒരു ഫ്ലവർ വേസ് എടുത്ത് അച്ഛൻ്റെ തല കടിച്ചു. അപ്പോൾ മരിക്കുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അമ്മയുടെ ജീവന്റെ പേടി കൊണ്ട് എൻ്റെ കൂടെ നിന്നു. ആരും അറിയാതെ അച്ഛനെ മറവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അയൽവാസി അത് കണ്ട് പ്രശ്നമാക്കുന്നത്. നിലത്തിരുന്ന ഗീത കരഞ്ഞുകൊണ്ട് അത് പറഞ്ഞതും എല്ലാവരും ഞെട്ടി. മുത്തശ്ശി ദേഷ്യത്തോടെ നീതിയുടെ അടുത്തേക്ക് പോയി അവളുടെ മുഖത്തേക്ക് ഒരു തല്ലൻ കൊടുത്തു. തുടരും. കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ.